ഹായ് ഗൈസ്, വീണ്ടും കൂൾ മമ്മീൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയെങ്കിലും നന്നാവാന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റു. എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജനിക്കണം. ഇന്നലെ ബാർബർ ഷോപ്പിൽ പോയി കൂർപ്പിച്ച് വെച്ച 15 മീശ പെണ്ണുമ്പിള്ളെ കാണിക്കാൻ വേണ്ടി അവൻ രാവിലെ ഉറക്കം എഴുന്നേറ്റു. ഇവന്റെ പെണ്ണിനെ കാണാൻ ഇവന് ഒറ്റയ്ക്ക് എഴുന്നേറ്റപ്പോൾ ഇവൻ എന്തിനാണ് എന്നെ വിളിച്ചുണർത്തുന്നത്? ഇവന്റെ മുഖത്തൂക്കി പറയാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത്. അങ്ങനെയെങ്കിലും അവ അറിയട്ടെ. അങ്ങനെ തൗഫിക് ബീഡിയുടെ കൊച്ചിനെ കണ്ട് നേരെ ഞാൻ അലിയാർ ബ്രോയുടെ ഫസ്റ്റ് ട്രൈയെ കാണാൻ വന്നു. നാണം കൊണ്ട് അകത്തേറി പോയതല്ല, വീട്ടിൽ നിൽക്കുന്ന ചാമ്പയ്ക്ക് ഞാൻ കണ്ടത് കൊണ്ട് ചോദിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കയറിപ്പോയത്. വീട്ടിന്റെ ബാക്ക് വശത്ത് മൊത്തം കൃഷി, വഴുതണങ്ങ, ചാമ്പയ്ക്ക, തക്കാളി, ചക്കക്കുരു, മാക്രി. 2 മാക്രി ഉണ്ട്, ഒരെണ്ണം പണിക്കുപോയി. ഇത്രയധികം സാധനം ഉണ്ടെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തലങ്ങണിയിലിട്ടിരിക്കുന്ന ഉറ വരെ ഇവളെ അടിച്ചോണ്ടു. പിന്നെ ഇതൊന്നും ഞാൻ പുറത്തു വരാറില്ല, കാരണം എത്രയ്ക്കാണെങ്കിലും അതെന്റെ പെങ്ങളല്ലേ. രാവിലെ ഈ ചാമ്പയ്ക്ക് വെച്ചുന്ന ശുഷ്കാന്തി കണ്ടാൽ നിങ്ങൾ വിചാരിക്കും സ്നേഹം കൊണ്ട് വെച്ചാണ്. ഒരിക്കലുമല്ല, വസ്തുവിന്റെ വിഹിതം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ശുഷ്കാന്തി കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു വെക്കുമ്പോൾ പെങ്ങളെ മൂത്ത കുറിപ്പ് മൃദംഗം ഉറപ്പിച്ചു. രാവിലെ ഡിപ്രഷനിലാണ്, മറ്റൊന്നും കൊണ്ടല്ല, 1/2 കിലോ ചാമ്പയ്ക്കാൻ പിച്ച്. അതിന്റെ എച്ചിത്തര ഒരു പ്രൊഫഷൻ ആണെങ്കിൽ തള്ള അതിന്റെ പ്രിൻസിപ്പളും, മോൾ അതിന്റെ ചോടി, രണ്ടും ഒന്നിനൊന്നിനും വെച്ചം. അത് കഴിഞ്ഞ് ഞാൻ വാപ്പായ ഒന്ന് കാണാമെന്നും പറഞ്ഞ് ഇവന്റോറിലോട്ടൊന്ന് പോയി. അപ്പോൾ അതായിരിക്കുന്നു വാപ്പാടെ കൂട്ടുകാരൻ അഹമ്മദ് അനസ്. മുഴയുള്ള നിക്കറൂട്ട് കുടുംബശ്രീ കഥയും പറഞ്ഞ് സൈഡിലിരിക്കുന്നു. ഏതോ അവിഹിത കഥ കേട്ട എന്റെ ഇളിയാണ് ഈ മുഖത്ത് കാണുന്നത്. പിന്നെ വിഷുവൊക്കെ ആയിട്ട് വാപ്പാടെ കണിക്കൊന്ന പൂത്തോ എന്ന് നോക്കി. കണിക്കുന്ന